വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ. സ്വഹാബത്തെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണാൻ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. അപ്പൊ സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചു, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലയോ തങ്ങളുടെ സഹോദരങ്ങൾ? ഞങ്ങളല്ലയോ തങ്ങളുടെ സഹോദരങ്ങൾ? ഞങ്ങൾ കൂടെ ഇല്ലേ? പിന്നെ തങ്ങൾ ആരെയാണ് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത്? അപ്പോഴാണ് പുന്നാര നബി തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബ, നിങ്ങളാരാണ്? അന്തും അസ്ഹാബീ, നിങ്ങൾ എന്റെ സഹോദരങ്ങളെ ഗണത്തിലല്ല, പിന്നെയോ അന്തും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബാക്കളാണ്, എന്നെ കണ്ട് വിശ്വസിച്ചവരാ, എന്നോട് സഹവസിക്കുന്നവരാ. അന്തും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബത്താണ്, നിങ്ങൾ എന്റെ സ്വഹാബാക്കളാണ്. വഇഖ്വാനുനല്ലദീന ലം യഅ്തൂന മിൻ ബഅദി, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ എന്റെ സഹോദരങ്ങൾ ഇതുവരെ ജനിച്ചിട്ടേ ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി, അവർ ജനിച്ചിട്ടില്ല. അവർ എനിക്ക് ശേഷം, നിങ്ങളുടെ കാലത്തിനു ശേഷം ജനിക്കാനിരിക്കുന്നവരാ. എനിക്കു ശേഷം, നിങ്ങൾക്ക് ശേഷം ഖിയാമത്ത് നാൾ വരെ എന്റെ അനുയായി വൃന്ദത്തിൽ, എന്റെ ഉമ്മത്തിൽ ജനിക്കാനിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഞാൻ എന്റെ സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉറ്റവർ, ഉടയവർ, സഹോദരങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്. നബിയെ, നിങ്ങളുടെ സഹോദരങ്ങളെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു, അവർ ഇതുവരെ ജനിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ ജനിച്ചിട്ടില്ലാത്ത, നിങ്ങൾ കാണാത്ത, നിങ്ങൾ അനുയായികളിൽപ്പെട്ട ഉമ്മത്തുകള് നാളെ വിചാരണയുടെ ലോകത്ത് കോടാനക്കോടിക്കണക്കിന് ജനങ്ങൾ എത്തുമ്പോൾ, ഖിയാമത്ത് നാൾ വരെയുള്ള അങ്ങയുടെ ഉമ്മത്തിലുള്ള മനുഷ്യകുലത്തിലുള്ള ആളുകൾ മഹ്ശറയിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ, കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദ മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്. തങ്ങൾ കാണാത്ത, തങ്ങൾ കണ്ടിട്ടില്ലാത്ത, അവരാരുടെയും മുഖം ഇന്നുവരെ തങ്ങൾ ദർശിച്ചിട്ടില്ലാത്ത തങ്ങളുടെ പ്രിയപ്പെട്ട ആ സഹോദരങ്ങളെ തങ്ങൾ എങ്ങനെ അറിയും? തങ്ങൾ എങ്ങനെ അറിയും? ആദം നബിയുടെ കൂമുണ്ടാകും. ആദം നബിയുടെ അനുയായികൾ, മൂസ നബിയുടെ അനുയായികൾ, ഇബ്രാഹിം നബിയുടെ അനുയായികൾ, ഈസ നബിയുടെ അനുയായികൾ, കൂട്ടത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ അനുയായികൾ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ കോടിക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട തങ്ങൾ കാണാത്ത എന്ന, കാണാൻ തങ്ങൾ വളരെ ആഗ്രഹിച്ചു പോയ തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുക? അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയാണ്, ഇന്നഹും യഅ്തൂന ഖുർറൻ മുഹജ്ജലീന മിനൽ വുളൂ. അവരെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമുണ്ട്, അത് ഒരേ ഒരു അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്നഹും യഅ്തൂന ഖുർറൻ മുഹജ്ജലീന മിനൽ വുളൂ. അവർ ഒളുവെടുത്തിട്ടുണ്ട്, ദുനിയാവിൽ ജീവിച്ചപ്പോ നന്നായി ഒളുവെടുത്തവരാ. അവർ ഒളുവെടുത്ത കാരണത്താൽ ഖുർറൻ മുഹജ്ജലീന, അവരുടെ മുഖവും കൈകാലുകളും ആഖിറ വിചാരണയുടെ ലോകത്ത് മറ്റാർക്കുമില്ലാത്ത വണ്ണോ, ഒരു പ്രവാചകന്മാരുടെ അനുയായികൾക്കുമില്ലാത്ത വണ്ണോ എന്റെ അനുയായികളുടെ മുഖവും കൈകാലുകളും നന്നായി പ്രകാശിക്കുമേ. നല്ല വെളുത്ത് നന്നായി പ്രകാശിച്ചായിരിക്കോ അവർ ആഖിറ വിചാരണയുടെ ലോകത്ത് വരിക. അത് കാണുമ്പോ എനിക്കറിയാം അവരെന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്, എന്റെ അനുയായികളിൽപ്പെട്ട ആളാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ
നന്നായി കാമിലായി പരിപൂർണമായി നല്ല രീതിയിൽ അതിന്റെ സുന്നത്തും ഫർളും ശർത്തും എല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ ഒളിവെടുത്താൽ ആരംഭപ്പൂവായ പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത് എന്നിട്ട് വിചാരണയുടെ ലോകത്ത് നബിയെ ഞാൻ അങ്ങയുടെ അനുയായിയാണെന്ന് പറയണ്ട. നമ്മുടെ പ്രകാശിക്കുന്ന മുഖം കാണുമ്പോൾ, നമ്മുടെ പ്രകാശിക്കുന്ന കൈകാലുകൾ കാണുമ്പോൾ ആദരവായ മുത്തനബിക്ക് മനസ്സിലാകുന്നു ഇവൻ എന്റെ അനുയായിയാണ്, ഇവൻ എന്റെ ഉമ്മത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നബി തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, നബി തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അന്തുമുൽ ഖുർഉൽ മുഹജ്ജലൂന യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എന്റെ ഉമ്മത്തുകൾ മുഴുവനും മുഖവും കൈകാലുകളും വെളുത്തവനായിട്ടാണ് ഹാജരാവുക. ഫമനിസ്തതാഅ മിൻകും ഫൽയുതിൽ ഖുർറതഹു വതഅജീലാ. ഒളുവെടുക്കുന്നവർ നന്നായി അവയവങ്ങൾ കഴുകുമ്പോൾ കയറ്റി തന്നെ കഴുകണേ. മുഹമ്മദുർ റസൂലുള്ളാഹി. നന്നായി കൈകാലുകൾ കയറ്റി കഴുകി ഒളുവെടുത്താൽ നമ്മുടെ മുഖവും കൈകാലുകളും നന്നായി പ്രകാശിക്കും. ആ പ്രകാശിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആഖിറ വിചാരണയുടെ ലോകത്ത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയാണ് എന്ന് മുത്തനബിക്ക് തിരിച്ചറിയാനും അവിടുത്തെ ശഫാഅത്ത് നമുക്ക് ലഭിക്കാനും അത് കാരണമാകുമെന്ന് സയ്യിദുനാ വ നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. ഹദീസിന്റെ അവസാനം നബി തങ്ങൾ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്, ലോകത്ത് ഇതുപോലെ അനുയായികളോട് ഉമ്മത്തുകളോട് സ്നേഹമുള്ള ഒരു നേതാവ് വേറെയുണ്ടോ സഹോദരങ്ങളെ? വഅന ഫറതുഹും അലൽ ഹൗലുൽ കൗസറിന്റെ ചാരത്ത് എനിക്ക് അല്ലാഹു സ്പെഷ്യലായി തന്നിട്ടുള്ള അതെനിക്ക് മാത്രമുള്ളതാണ്. ആ ഹൗലുൽ കൗസറിന്റെ അടുത്ത് ചാരത്ത് ഞാൻ കാണാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തുകളെയും കാത്ത് ഞാൻ അവിടെ ഉണ്ടാകും സഹാബ. നമ്മളെ കണ്ടിട്ടുണ്ടോ റസൂലുള്ളാഹ്? നമ്മൾ കണ്ടിട്ടുണ്ടോ റസൂലുള്ളാഹിനെ? അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എന്നാ നമ്മളെ കാത്തു നിൽക്കുമെന്ന് എവിടെ? ഹൗലുൽ കൗസറിന്റെ ചാരത്ത് രക്ഷപ്പെടുത്താൻ അല്ലാഹു ആ മുത്തുനബിയുടെ ശഫാഅത്ത് കൊണ്ട് ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കാനും അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാനും അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് സിറാത്ത് കടക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണല്ലോ പരിശുദ്ധ റബീഉൽ അവ്വൽ എത്തുമ്പോഴും പരിശുദ്ധ റബീഉൽ അവ്വൽ എത്തുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ നമ്മൾ നമ്മുടെ പള്ളികളിലും വീടുകളിലും എല്ലാ റസൂലുള്ളാഹിന്റെ മൗലിദിലൂടെ നമ്മൾ പാടിപ്പുകഴ്ത്തുന്നത് ഇന്നനാ നർജു ഇലാ കഅസി ഹൗളിക ലിൽ അതാസ് യൗമ നസ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി അശ്ശഫീഉൽ അബ്തഈ വൽഹബീബിൽ അറബി. ആരുമില്ലാത്ത മഹ്ശറയുടെ ഭയാനകരമായ രംഗങ്ങളിൽ ദാഹിച്ച് പരവശനായി നെട്ടോട്ടമോടുന്ന സമയത്ത് ആ മുത്തുനബിക്ക് അല്ലാഹു നൽകിയ സ്പെഷ്യലായ പാനീയമായ ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ അവിടുന്ന് കോരിക്കൊടുക്കുമ്പോൾ നബിയേ അങ്ങോട്ട് ഹൗദിൽ നിന്ന് കുടിക്കാൻ കോരിത്തരാൻ ആ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. ആരാണ് മുത്തുനബി നമ്മളെ രക്ഷപ്പെടുത്താൻ ആഖിറ ലോകത്ത് നമ്മളെ കാത്തിരിക്കുന്നു എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തതാണ്. എന്നെ കാണാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിചാരണയുടെ ലോകത്ത് എന്റെ ഹൗലിന്റെ ചാരത്ത് ഞാൻ കാത്തു നിൽപ്പുണ്ടാകും, അവരെയും നോക്കി. മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ഏതുണ്ട് ഇതൊരു നേതാവ്? ലോകത്ത് വേറെ ഏതുണ്ട് ഇതുപോലെ ഒരു നേതാവ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിറാത്തുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിൽ ഇങ്ങനെ പറയുകയാണ്, ഫഇദാ അസഫ സിറാത്തു ബി ഉമ്മത്തി. സിറാത്ത് പാലത്തിൽ എന്റെ ഉമ്മത്തുകൾ ഇങ്ങനെ കടക്കുമ്പോൾ എന്റെ ഉമ്മത്തുകളെയും കൊണ്ട് സിറാത്ത് പാലം ഇങ്ങനെ ചരിയുന്നു.
സിറാത്ത് അന്ന് ചരിയും. എന്റെ ഉമ്മത്തുകളെയും കൊണ്ട് സിറാത്ത് പാലമൊന്ന് ചരിയുമ്പോൾ ആ സിറാത്ത് പാലത്തിന്റെ മുകളിലുള്ള എന്റെ ഉമ്മത്തുകൾ വിളിക്കൂ. ആരേ ആരേ വാ മുഹമ്മദാ മുഹമ്മദാ. താഴെ നരകമാണ്, നരകക്കുണ്ടാട്. ആ നരകക്കുണ്ടിൽ വീണു പോകുമോ എന്ന് പേടിച്ചു ഭയന്നിട്ട് സിറാത്തൊന്ന് ചരിയുമ്പോൾ അവർ വിളിക്കുമ്പോ മുഹമ്മദാ, ഓ മുഹമ്മദ് നബിയേ, ഓ പ്രവാചകരേ, ഓ മുഹമ്മദ് നബിയേ. എന്റെ ഉമ്മത്തിന്റെ വിളി ഞാൻ കേൾക്കുമ്പോൾ അവരോടുള്ള കാരുണ്യം സ്നേഹം കൊണ്ട് ഞാൻ ഓടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ വിളി കേട്ടിട്ട് റസൂലുള്ള നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സിറാത്തിന്റെ അടുത്തേക്ക് ഓടുകയാണ്. ഞാൻ ഓടുകയാണ്. ഞാൻ നന്നായി സ്പീഡിൽ ഇങ്ങനെ ഓടുമ്പോ ജിബ്രീലു ആഖിദും ബിഉജ്സതി, ജിബ്രീൽ പെട്ടെന്ന് എന്റെ അരയിൽ പിടിച്ചു നിർത്തുമേ മുഹമ്മദ് റസൂലുള്ളാഹി. കാരണം നബി തങ്ങളുടെ സിറാത്തിൽ കയറി പോവോ. ജിബ്രീൽ വന്നിട്ട് എന്റെ അരയിൽ ഇങ്ങനെ പിടിച്ച് അവിടെ നിർത്തുന്നു. അവിടെ നിന്നുകൊണ്ട് ഞാൻ എന്റെ റബ്ബിനെ വിളിക്കോ, യാ റബ്ബി യാ ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി. റബ്ബേ, എന്റെ ഉമ്മത്തുകൾ സിറാത്തിൽ കുടുങ്ങാൻ സിറാത്തൊന്ന് ചരിഞ്ഞിട്ടുണ്ടല്ലോ. റബ്ബേ, എന്റെ ഉമ്മത്തുകളെ രക്ഷപ്പെടുത്തണേ, അവര് താഴെ നരകത്തിൽ വീണുപോകുമല്ലോ. യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്തുകളെ രക്ഷപ്പെടുത്തുന്ന ഞാൻ അവിടെ നിന്നുകൊണ്ട് വിളിക്കുമെന്ന് പുന്നാര നബി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ അല്ലാഹു ഏറ്റിത്തരട്ടെ. നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സഹാബത്തിന് ആ സമയത്തും ലാ അസ്അലുകൽ യൗമ നഫ്സി നഫ്സി വലാ ഫാത്തിമത ഇബ്നതി. അപ്പോഴും ഞാൻ എന്റെ നഫ്സിന്റെ ആവശ്യം എന്റെ റബ്ബിനോട് ചോദിക്കൂല മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോഴും ഞാൻ ആ മഹ്ശറയുടെ ഭയാനകരമായ രംഗങ്ങളിലും എന്റെ സ്വന്തം നഫ്സിന്റെ ആവശ്യം ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കൂല. വലാ ഫാത്തിമത ഇബ്നതി, എന്റെ പൊന്നുമോൾ ഫാത്തിമയെ സംബന്ധിച്ചു പോലും ഞാൻ എന്റെ റബ്ബിനോട് ആ സമയം ഒന്നും ചോദിക്കൂല. എന്റെ മകൾ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, നിങ്ങൾക്കറിയാലോ. ആ മകളെ പറ്റി പോലും ഞാൻ പറയൂല, എന്റെ സ്വന്തം ശരീരത്തെ പറ്റി പോലും പറയൂല. പിന്നെ ഞാൻ അവിടെ പറയുന്നത് യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി. പടച്ചോനെ, സിറാത്തൊന്ന് ചരിഞ്ഞിട്ടുണ്ട് അല്ലാഹ്, എന്റെ പാപപ്പെട്ട ഉമ്മത്തുകൾ അതിൽ നിന്ന് രക്ഷപ്പെടണം അല്ലാഹ്, നീ രക്ഷപ്പെടുത്തണോ എന്നെ റബ്ബിനോട് ഞാൻ അവിടെ വെച്ച് ദുആയിരക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബിയാണ് മഹബത്ത് വെക്കാൻ പറയുന്നത്. ഈ നേതാവിനെയാണ് സ്നേഹിക്കാൻ പറയുന്നത്. ഈ നേതാവിന്റെ റബീഉൽ അവ്വൽ വരുമ്പോഴാണ് പള്ളിയിൽ മൗലൂദ് നടക്കുമ്പോ ഒന്ന് ഇരുന്നോളയും കൂടിക്കോളി എന്ന് പറയണം. നാളെ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് വേണ്ടേ? വേണ്ടേ? വേണമെങ്കിൽ നെഞ്ചേറ്റണം, മഹബത്ത് വെക്കണം, മൗലൂദിന്റെ സദസ്സിൽ പങ്കെടുക്കണം, സ്വലാത്ത് ധാരാളമായി ചെല്ലണം. പറഞ്ഞ കേട്ടില്ലേ? നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളെ എനിക്ക് അറിയൂല, പക്ഷെ എന്നാലും ഞാൻ കാത്തിരിക്കും. എവിടെ? ഹൗദുൽ കൗസറിന്റെ ചാരത്ത് നിങ്ങളെ രക്ഷപ്പെടുത്താൻ. ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലില്ലതാശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി ഹൗളിൻ കൗസറിൻ കോപ്പയം ദാഹമാൽ കൊതിക്കും നിദാ ഗ്രന്ഥ വിതരണ നാളിലായി സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൈഹി. الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي
ഖൈറൻ നബി മഅ്ശറിൽ ഭയഘട്ടമിൽ ഞങ്ങൾക്ക് നൽകു ശഫാഅത്ത് പാഴായിരുന്നാൽ നാശവേ ഞങ്ങൾക്കു യാ ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി